പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നഗരവികസന കാര്യത്തിൽ AP അനിൽകുമാർ MLAയുടെ അനാസ്ഥയ്ക്കെതിരെ CPM വണ്ടൂർ ജംഗ്ഷനിൽ ചക്രസ്തംഭന സമരം നടത്തി. സമരം ഏരിയ സെക്രട്ടറി B മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ വണ്ടൂരിൻ്റെ വികസന മുരടിപ്പിന് അറുതി വരുത്തുന്നതിനു വേണ്ടി CPIM വണ്ടൂർ നിയോജക മണ്ഡലത്തിലാകെ ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ താൽപ്പര്യം കാണിക്കാതെ അതിന് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന വണ്ടൂർ MLAക്കെതിരായ അതിശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്നോളം മറ്റൊരു മണ്ഡലത്തിനും കഴിയാത്ത വിധം ഈ നിയോജക മണ്ഡലം വികസന കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏറെ പിറകിലായി നിൽക്കുകയാണ്. കേരളമെമ്പാടും കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ സമാനതകളില്ലാത്ത വികസന കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ എന്ന് വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ ആകെ വികസനം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വലിയ വികസന പദ്ധതികളാണ് കേരളമാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള നിയോജക മണ്ഡലം ആസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് അവിടങ്ങളിലൊക്കെ വികസന പ്രവർത്തനം നടക്കുന്നത്. ആ വികസന പ്രവർത്തനത്തിനാകട്ടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും സാമ്പത്തിക സഹായവുമുണ്ട്. അങ്ങനെയുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടും ആ സാഹചര്യം, ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, വണ്ടൂർ നിയോജക മണ്ഡലത്തിലേക്ക് അനുവദിച്ച ഓരോ പദ്ധതിക്കും തുരങ്കം വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സ്വപ്ന പദ്ധതികളെപ്പോലും തകർക്കുന്ന നിലപാട് എടുക്കുന്ന വണ്ടൂർ MLA AP അനിൽകുമാറിൻ്റെ ഈ വികസന വിരുദ്ധ നിലപാടിനെതിരെ ഈ നിയോജക മണ്ഡലമാകെ സമരങ്ങളുടെ പരമ്പര കെട്ടഴിച്ചുവിടാൻ പോവുകയാണ് CPIM. നഗരവികസനം അനന്തമായി നീളുകയാണെന്ന് ആരോപിച്ചായിരുന്നു സംസ്ഥാന പാതയിലെ സമരം. ലോക്കൽ സെക്രട്ടറി P അരുൺ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, C ജയപ്രകാശ്, അരിമ്പ്ര മോഹനൻ, VK അശോകൻ, KT മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.